സ്വരാജിനെ കുറിച്ച് പറയാൻ തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഏത് ദേശീയ ഉന്മാദത്തിന്റെ കാടിളകി വരുന്ന കാലത്തും അയാൾക്ക് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഊന്നിന്നുകൊണ്ട് അഭിപ്രായം പറയും എന്നത് സവിശേഷതയാണ്. എല്ലാവർക്കും അത് പറയാനുള്ള ഭയപ്പാടുണ്ടാവും. പക്ഷേ ആ ഭയപ്പാട് തീരെയില്ലാതെ എന്താണോ ഇടതുപക്ഷ മാർസിയൻ കാഴ്ചപ്പാട്, ലോകവീക്ഷണം, അത് പങ്കുവയ്ക്കാൻ മടിക്കാത്ത ഒരാൾ. അതുകൊണ്ടാണ് ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട വിധി വന്നപ്പോൾ സമകാലിക ഇന്ത്യയിൽ ഇതുപോലെ അല്ലാതെ മറ്റൊരു വിധി വരുമോ നിഷ്കളങ്കരെ എന്ന ചോദ്യം അദ്ദേഹം ചോദിക്കുന്നത്. ഹമാസിന്റെ പ്രത്യാക്രമണ സമയത്ത് 7.5 പതിറ്റാണ്ട് കാലമായിട്ടുണ്ടാകുന്ന അതിക്രമത്തിനെതിരെ ഹമാസ് നടത്തുന്ന ഒരു പ്രത്യാക്രമണത്തെ ഭീകരവാദമായിട്ട് പലരും ചിത്രീകരിക്കും. ചില CPM നേതാക്കൾ പോലും ചിത്രീകരിക്കുമ്പോൾ അത് അങ്ങനെയല്ല എന്ന രാഷ്ട്രീയ വീക്ഷണവും ഇടതുപക്ഷ കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കാൻ അയാൾ കഴിയുന്നത്. അതുകൊണ്ടാണ് ഇവിടെയും ഉന്മാദ ദേശീയത, ഇന്ത്യ നടത്തിയിട്ടുള്ള ആക്രമണത്തെ അല്ല അയാൾ തള്ളി പറയുന്നത്. ഇന്ത്യ ഭീകര കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ച് നടത്തിയ ആക്രമണത്തെ അല്ല, അതേ ചൊല്ലി ഉണ്ടാകുന്ന ഒരു യുദ്ധാവേശം, ഒരു ഉന്മാദ ദേശീയത, അത് നല്ലതിനല്ല എന്നാണ് അയാൾ പറയുന്നത്. അത് ശരിയായ കാര്യമാണ്. ലോകത്ത് സാമാന്യ ബോധമുള്ള മനുഷ്യരെല്ലാം ആ നിലപാടിന്റെ കൂടെയാണ്. കാരണം എന്താണ്, ഒന്നാം ലോകമഹായുദ്ധം 16 മില്യൺ ആൾക്കാരെയാണ് കൊന്നത്. 10-20 മില്യൺ ആൾക്കാർ ജീവിതമില്ലാത്തവരായി പോയി. എത്ര മനുഷ്യർ കൊല്ലപ്പെട്ടു. യുദ്ധം നമ്മളെ തകർക്കും. നേരത്തെ അജിംസ് പറഞ്ഞാൽ 100 ആയിരക്കണക്കിന് യുദ്ധത്തിന്റെ ഡെൻസിറ്റി പോലെ ഇരിക്കും. ആയിരക്കണക്കിന് ആൾക്കാരെ കൊല്ലും, നമ്മുടെ വീടുകൾ ഇല്ലാതാക്കും, നമ്മളെ അംഗപരിമിതരാക്കും, നമുക്ക് ജീവിക്കാനൊന്നും ഇല്ലാതാക്കും, സാമ്പത്തികമായി തകർക്കും, നമ്മുടെ പരിസ്ഥിതിയെ തകർക്കും, നമ്മുടെ സകലതിനെയും തകർക്കും, നമ്മളെ ഇമോഷണലി ആൻഡ് മെന്റലി പോലും യുദ്ധം ഇല്ലാതാക്കും. യുദ്ധം ഒന്നും നേടിത്തരില്ല, വിനാശമല്ലാതെ യുദ്ധം ഒന്നും തരില്ല. അതൊരു യാഥാർത്ഥ്യമാണെന്നിരിക്കെ അത് ഉയർത്തി പറയാൻ എപ്പോഴും ബാധ്യതപ്പെട്ട ഇടതുപക്ഷ മൂല്യം, അതിനെ വെച്ചുകൊണ്ടാണ് സ്വരാജ് സംസാരിക്കുന്നത്. അപ്പൊ അതിന് അയാളെ വേട്ടയാടുകയാണ്, ഇന്ത്യ വിരുദ്ധനാക്കാൻ ശ്രമിക്കുകയാണ്. ഇന്നിപ്പോൾ അയാൾ മറുപടി പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളെങ്ങാനും എന്നെ പിന്തുണച്ചേക്കുമോ എന്ന ഭയം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നു, അതുണ്ടായിരുന്നില്ലെന്ന്. അയാൾ അതിൽ പിന്നോട്ട് പോകുന്നില്ല. വേറെ ചില ആളുകളുണ്ട്. ഇപ്പോ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ സംഘികൾക്ക് കുറെ ചീത്ത വിളിക്കാൻ ഇന്നലെ ഡോഗ് വിസിൽ വിളിച്ചു കൊടുക്കുന്നത് കണ്ടു. ആരെ? സ്വരാജിനെ. രാഷ്ട്രസ്നേഹമില്ല. പിന്നെ TP ചന്ദ്രസേന വധക്കേസുമായി ബന്ധപ്പെട്ട് ഇതിനെ കണക്ട് ചെയ്ത് ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട മെഷറിൽ നിൽക്കുമ്പോൾ ഇത് പറയാൻ കഴിയുമോ? അബിൻ വർക്കി എന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസിന്റെ പ്രോമിസിംഗ് ആണ് നമ്മൾ വിചാരിക്കപ്പെട്ട ഒരാൾ. അയാളും CPM-ന് രാഷ്ട്രസ്നേഹമില്ല, കമ്മ്യൂണിസ്റ്റുകാർക്ക് രാഷ്ട്രസ്നേഹമില്ല എന്ന് പറയാണ്. യുദ്ധം അപകടമാണെന്ന്. നോക്കൂ, 16 പേര് മരിച്ചു നമ്മുടെ സഹോദരങ്ങൾ ഈ യുദ്ധം ഉണ്ടായതിനു ശേഷം. നമുക്ക് എല്ലാവർക്കും അവരുടെ പേര് പോലും അറിയില്ല. എത്ര 3, 4, 5 കുഞ്ഞുങ്ങളും 3 സ്ത്രീകളും അടക്കം 16 പേർ മരിച്ചു. ഇനിയും മരിക്കുമെന്നുള്ള ആശങ്കയിൽ അതിർത്തിയിലെ മനുഷ്യർ ജീവിക്കുകയാണ്. അവർക്കാണ് യുദ്ധം എന്താണെന്നറിയാം. അപ്പൊ ഈ ആവേശത്തിന് കൂട്ടുകൂടുന്ന ആളുകൾ, സ്വരാജ് പറഞ്ഞ പോലെ അല്ല, യുദ്ധം വേണമെന്നാണോ അബിൻ വർക്കിയുടെയും ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിലപാട്? അപ്പം ഈ പറഞ്ഞ സംഘപരിവാറിന്റെ കൂടെ കയ്യടി കിട്ടാൻ വേണമെങ്കിൽ ആർക്കും ആരെയും ഇട്ടുകൊടുക്കാന്ന് പറഞ്ഞ പരിഹാസ്യമായ നിലപാട്, അപക്വമായ നിലപാട്, ഒരു തരത്തിലുള്ള പൊളിറ്റിക്കൽ ഡെൻസിറ്റിയും ആഴമില്ലാത്ത നിലപാടാണ് ഈ പറഞ്ഞ യുവ നേതാക്കളൊക്കെയും സ്വീകരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല സ്വരാജിനെ ഭയപ്പെടുത്താനോ തിരുത്താനോ ഒന്നും ഇവരുടെ ഈ ചീപ്പ് നമ്പർ കൊണ്ട് കഴിയും ഞാൻ കരുതുന്നില്ല. അയാൾ കുറച്ചൊരു ക്ലാരിറ്റി ഉള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഉറക്കെ പറയുന്ന നേതാക്കൾ ചിലെങ്കിലും അവശേഷിക്കുന്നത് ശുഭകരമാണ്. യുദ്ധം ആരുമായിട്ടായാലും, നമ്മളിപ്പോൾ പാകിസ്ഥാനുമായിട്ടാണല്ലോ നമ്മുടെ പ്രശ്നം, നാളെ ചൈനയുമായിട്ടായാലും നല്ലതല്ല, നമുക്ക് നല്ലതല്ല, ചൈനയ്ക്കും നല്ലതല്ല. വേറെ ഏതെങ്കിലും രാജ്യങ്ങൾ തമ്മിൽ നടത്തുന്ന യുദ്ധവും നമ്മൾ സങ്കടങ്ങൾ മാത്രമേ കാണൂ. നമ്മൾ യുക്രൈനിൽ കാണുന്നില്ല, എത്രയോ കുഞ്ഞുങ്ങളുടെ മരണം കാണുന്നുണ്ട്. അവിടെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ കാണുന്നില്ല. അത് നമുക്ക് സങ്കടമല്ലാതെ സന്തോഷമല്ല ഉണ്ടാക്കുന്നുള്ളൂ. യുദ്ധം നമ്മുടെ വീണ്ടും വീണ്ടും അയാൾ പറഞ്ഞ മാതിരി ആവർത്തിക്കുന്നു. മുറ്റത്ത് വന്ന് ബോംബ് വീഴുമ്പോഴല്ലാതെ നമുക്ക് മര്യാദക്കാരെ കുറിച്ച് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് ഈ ആവേശത്തിന്റെ കാലത്തും സത്യം പറയുന്ന മനുഷ്യർക്ക് അതിജീവിക്കാൻ കഴിയട്ടെ എന്നാണ് പ്രത്യാശ.